നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. CPM-ലെ വിഭാഗീയതയ്ക്കെതിരെ നേതൃത്വം കടുത്ത നടപടികളുമായി രംഗത്തെത്തിയിട്ടും ജില്ലയിൽ തമ്മിലടി രൂക്ഷമാകുന്നു. തിരുവല്ലയിലാണ് CPM-ലെ വിഭാഗീയത സർവ്വസീമകളും ലംഘിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിൽ ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കൊച്ചുമോനെ മാറ്റിയെങ്കിലും ഇരു വിഭാഗവും തമ്മിൽ പോരാട്ടം തുടരുകയാണ്. ഏരിയ കമ്മിറ്റി അംഗം ജനു മാത്യുവിന് താൽക്കാലിക ചുമതല നൽകിയതിലും പ്രതിഷേധമുണ്ട്. വിഭാഗീയ പ്രശ്നങ്ങളിൽ പാർട്ടി നടപടി നേരിട്ട വ്യക്തിയാണ് ഇദ്ദേഹം. പീഡനക്കേസ് പ്രതി CC സജിമോനെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. വിമർശനങ്ങൾ ചർച്ചയാകാതിരിക്കാൻ ജില്ലാ സെക്രട്ടറി ഇടപെട്ട് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും പിന്നീട് ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പ്രതിനിധികളിൽ നിന്ന് തിരികെ വാങ്ങുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നേരിട്ട് പങ്കെടുത്ത തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം കയ്യാങ്കളിയുടെ വക്കോളം എത്തിയപ്പോഴാണ് നേരത്തെ നിർത്തിവെച്ചത്. നടപടിയെടുത്ത് മാറ്റിയിട്ടും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V. ആൻ്റണിക്ക് താക്കീതും നൽകി. തിരുവല്ലയിലെ സംഘടനാ കാര്യങ്ങൾ പരിശോധിച്ചുവെന്നും സമ്മേളനവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.